എല്ലാവരുടെയും നന്മയ്ക്കും ആരോഗ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീ അധ്യാത്മ രാമായണം നിത്യപാരായണം ആരംഭിക്കുകയാണ്. ഇന്ന് പടിഞ്ഞാറേക്കര ശ്രീകൃഷ്ണ ദുർഗാ ക്ഷേത്രത്തിൽ സമ്പൂർണ്ണ അധ്യാത്മ രാമായണ പാരായണമുണ്ട്. ആഗ്രഹിക്കുന്നവർക്കെല്ലാം വരാവുന്നതാണ്. ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ധ്യാനശ്രമം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഓം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മ രാമ ശ്രീരാമ രമപദേ ശ്രീരാമ രമണീയ വിഗ്രഹാ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ ശ്രീരാമ ചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്നിച്ചു വന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. ശരഭംഗാസ്മപ്രവേശം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്നത്തെ പാരായണം സുധീഷ്ണാശ്രമ പ്രവേശമാണ്. ഓം തത്സത്. കർക്കിടക മാസം 13-ാം തീയതി 12-ാം ദിവസത്തെ പാരായണം. കർക്കിടക മാസം 12-ാം തീയതി 13-ാം ദിവസത്തെ പാരായണം. ഓം തത്സത്. വിഖ്യാതമായ സുധീഷ്ണാശ്രമം മനോഹരം മുഖ്യതാപസകുല ശിഷ്യ സഞ്ജയം പൂർണ്ണം സർവത്രം ഗുണഗണ സമ്പന്നം അനുപമം സർവകാലം ദാനോദയമത്യുത്ഭുതം സർവപാദബലതാകുൽമ സങ്കുലം സ്ഥലം സർവസൽപക്ഷി മൃഗ ഭുജംഗ നിക്ഷേപിതം. രാഘവൻ അവരജൻ തന്നോടും സീതയോടും ആഗതനായി നിന്നു കേട്ടോരു മുനിശ്രേഷ്ഠൻ. കുംഭസംഭവനാകുമഗസ്ത്യ ശിഷ്യോത്തമൻ സംപ്രീതൻ രാമമദ്രോ വാസനാനിരതൻ മുനി സംഭൂജി മുനി സംഭ്രമത്തോടു ചെന്നു കൂട്ടിക്കൊണ്ടിങ്ങു പോന്നു. സംഭൂജിച്ചരുളിനാൻ അഗ്രഭാദ്യാദികളാൽ ഭക്തി പൂണ്ടശ്രുജല നേത്രനായ സഗദ്ഗതം ഭക്തവത്സലനായ രാഘവനോടു ചൊന്നാൻ. ഗുരുവടിയുടെ നാമമന്ത്രത്തെ തന്നെ സന്തതം ജപിപ്പു ഞാൻ മൽഗുരു നിയോഗത്താൽ. ബ്രഹ്മശങ്കര മുഖ്യ മുഖവന്ധ്യമാം പാദമല്ലോ നിന്മഹാമായാർണവം കടപ്പാതൊരു ബോധം. ആദ്യന്തമില്ലാതൊരു പരമാത്മാവല്ലോ നീ വേദ്യമല്ലൊരു നാളും ആരാലും ഭവത്തത്വം. തൊൽഭക്ത ഭൃത്യനായിടണം ഞാൻ തൊൽപദാംബുജം നിത്യം ഉൾക്കാമ്പിരുദിക്കണം. പുത്രഭാര്യാർത്ഥ നിലയാന്റെ കുംഭത്തിൽ വീണു ബദ്ധനായി മുഴുകിയിടും എന്നെ നിന്തിരുവടി. ഭക്തവാത്സല്യ കരുണാ കടാക്ഷങ്ങൾ തന്നാൽ ഉദ്ധരിച്ചിടേണമേ സത്വരം ദയാനിധേ. ജനകീ ജീവനുസ്മരണം ജയ ജയ രാമ രാമ. പിണ്ഡമാകും കാത്രമോർത്തോളം മതി കശ്മലം മതി അതിനുള്ള സായം മഹാമോഹ പാശബന്ധവും ചെവിച്ചു ആർത്തിനാശന ഭവാൻ വാഴുക എന്നുള്ളിൽ നിത്യം. സർവഭൂതങ്ങളുടെ ഉള്ളിൽ വാണിയിടുന്നതും സർവദാ ഭവാൻ തന്നെ കേവലമെന്നാകിലും തന്മന്ത്രജ ഭരതന്മാരായ ജനങ്ങളെ തന്മഹാമായാദേവി ബന്ധിച്ചിടുകയില്ല. തന്മന്ത്രജപ വിമുക്തന്മാരാം ജനങ്ങളെ തന്മഹാമായാദേവി ബന്ധിപ്പിച്ചിടുന്നതും ദേവാനുരൂപ ഫലദാന തൽപരൻ ഭവാൻ. ദേവപാദവങ്ങളെ പോലെ വിശേഷാപ്പൊത്തി വിശ്വസംഹാര സൃഷ്ടിസ്ഥിതികൾ ചെയ്യുവാനായി വിശ്വമോഹിനിയായ മായതൻ ഗുണങ്ങളാൽ രുദ്രപങ്കജ ഭവ വിഷ്ണു രൂപങ്ങളായി ചിദ്രൂപനായ ഭവാൻ വാഴുന്നു മോഹാത്മനാം
നാനാരൂപങ്ങളായി കാണുന്നു ലോകത്തെങ്കിൽ ഭാനുമാഞ്ചരം പ്രതി വെവ്വേറെ കാണും പോലെ ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ നിത്തം എങ്ങനെ അറിഞ്ഞു ഉപാവസിക്കു ഞാൻ ദയാമിതേ അദ്ദൈവ ഭവചരണാംബുജയുഗം മമ പ്രത്യക്ഷമായി വന്നത് മർത്തഭോപരാവസാൽ തന്മന്ത്ര ജപ വിശുദ്ധാത്മാനാം പ്രസാദിക്കും നിർമ്മലനായ ഭവാൻ ചിന്മയനെന്നാകിലും സന്മയമായി പരബ്രഹ്മമായ രൂപമായി കർമ്മണാം അഗോചരമായൊരു ഭഗവദ്രൂപം തന്മായ വിടംബര രചിതം മാനുഷ്യകം മന്മഥ കോടി സുഭകം ഗമനീയം കാരുണ്യപൂർണനേത്രം കാർമുക ബാണാധരം സ്മര സുന്ദരമുഖ നിജനാംബരധരം ശ്രീരാസംവിധം സുമിത്രാത്മജ നിക്ഷേപിത പാദപങ്കജം നീലനീരത കളേബരം കോമളമതി ശാന്തം അനന്തഗുണമഭിരാമൻ ആത്മാരാമൻ ആനന്ദ സമ്പൂർണാമൃതം പ്രത്യക്ഷാദ്യമേ മമ നേത്രഗോചരമായൊരു ഈ തിരുമേനി നിത്യം ചിത്തേ വാഴുക വേണം മുറ്റിയിടും ഭക്തി നാം ഉച്ചരിക്കാനായിടണം മറ്റൊരു വരം അപേക്ഷിക്കുന്നേനില്ല പോറ്റി വന്ദിച്ചു കൂപ്പി സ്തുതിച്ചിടുന്ന മുനിയോട് മന്ദഹാസവും ഒരു ചിത്തം ഞാൻ അറിഞ്ഞത്രേ കാണാനായി വന്നു മനെ സന്തതമെന്നെ തന്നെ ശരണം പ്രാപിച്ചു മന്ത്രോപാസകന്മാരായി രപേക്ഷകന്മാരായി സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്ക് എന്നെ നിത്യം ചിന്തിച്ച വണ്ണം തന്നെ കാണായി വന്നിടുമല്ലോ ത്വൽകൃതമേതൽ സ്വത്രം മൽപ്രിയം പഠിച്ചിടും സൽകൃതി പ്രവരനാമർദ്ദന വിശേഷിച്ചും സൽഭക്തി ഭവിച്ചിടും ബ്രഹ്മജ്ഞാനവും ഉണ്ടാം അല്പവും അതിനുള്ള സംശയം നിരൂപിച്ചാൽ താപസോത്തമ ഭവാൻ എന്നെ സൈവികമൂലം പ്രാപിക്കുമല്ലോ മമ സായുജ്യം ദേഹനാശേ ഉണ്ടൊരാഗ്രഹം തവാചാര്യനാം മഹസ്സനെ കണ്ടു വന്നിച്ചുകൊള്ളുവാൻ എന്നതിനാവതിപ്പോൾ തത്രൈവ കിഞ്ചിൽ കാലം വസ്തുമുണ്ടത്യാഗ്രഹമെത്രയുമുണ്ടെന്നതു ആവശ്യാസമമ്മനെ ചിത്തം രാമോക്തി കേട്ടു ചൊല്ലിനെ സ്വതീഷ്ണനും വസ്തുത്തെ ഭദ്രമതു തോന്നിയതെന്നോ ഞാൻ കാട്ടുവേനല്ലോ വഴി കൂടെ പോന്നടുത്തുട വാട്ടമെന്നിയെ വസിക്കേണമെന്നിവിടെ നാം ഒട്ടമാകുണ്ട് ഞാനും കണ്ടിട്ടൻ ഗുരുവിനെ പുഷ്ടമോദത്തോടൊക്കെ തന്നെ പോയി കാണാമല്ലോ ആനന്ദം കൊണ്ട് രാത്രിയും കഴിഞ്ഞപ്പോൾ പ്രീതനാമുനിയോടും ജാനകി ദേവിയോടും സോദരനോടും മന്ദം നടന്നു മധ്യാഹ്നം ചെന്നിട്ടു രാമൻ അഗസ്ത്യാനുജാശ്രമേ ജപം വന്നു സൽക്കാരം ചെയ്ത അഗസ്ത്യ സഹജനം വന്യഭോജനവും ചെയ്യുന്നവരെല്ലാവരും അന്യോന്യ സന്താപവും ചെയ്തിരുന്നു ശേഷം ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ സർവത്ര ഗോവിന്ദനാം സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണാദിന ഗുരു ഭഗവൻ നമസ്തേ. ശ്രീ ശങ്കരാചാര്യ രചിത വിഷ്ണു പ്രയാഗത്തോടുകൂടി ഇന്നത്തെ പാരായണം കൃഷ്ണന്റെ തിരുച്ചരണങ്ങൾ സമർപ്പിക്കുകയാണ്. ഓം തത്സത് വിദംശം വിദം നിർമ്മലം നിർവികൽപം നിരീഹം നിരാകാരമോകാരഗമ്യം ഗുണാതീതമവ്യക്തമേകം തുരീയം പരം ബ്രഹ്മയം വേദ തസ്മൈ നമസ്തേ. വിശുദ്ധം ശിവം ശാന്തമാദ്യന്തശൂന്യം ജഗജ്ജീവനം ജ്യോതിരാനന്ദരൂപം അധിക്ലേശകാല